അപ്പൊ ഗൈസ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടിന്റെ അടുത്താണ്. ഏകദേശം ഒരു 6-7 മാസം മുന്നേ ഞാൻ മിറാക്കിൾ ഫ്രൂട്ടിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് എൻക്വയറീസ് അതിൽ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെ എവിടെ കിട്ടും, ചില ആളുകൾ കഴിച്ചിട്ടുണ്ട്, എന്റെ വീട്ടിലുള്ളതൊക്കെ കമന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ വാങ്ങി ഒരുപാട് വലുതായിട്ടില്ല, ഈ ഒരു ഏകദേശം ഇത്രയും നിന്നതാണ്. ഇപ്പൊ 2 വർഷം കൊണ്ട് ഇത്രത്തോളമായി. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ എപ്പോഴും ഇതേപോലെ ഫ്രൂട്ട് കാണും. നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി വരും. നമ്മളിത് ശ്രദ്ധിക്കാറ് പോലുമില്ല, എങ്കിലും ഇത് നോക്കിയാൽ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഒരു റെഡ് ഷെയ്ഡ് ആകുമ്പോഴാണ് ഇത് കഴിക്കേണ്ടത്. ഇതിന്റെ കുരു കഴിക്കരുത്, കുരു കഴിച്ചാൽ ഭയങ്കര കയ്പായിരിക്കും. ഇത് ഇതിന്റെ പുറത്തുള്ള ഭാഗം തിന്നു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ വെള്ളമോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മധുരത്തിന്റെ ഫീലാണ്. ചില ആളുകൾക്ക് ഫീൽ ചെയ്യാറില്ല, പക്ഷെ ഇവിടെ വന്ന എല്ലാവർക്കും ഞങ്ങൾ ഇതൊരെണ്ണം പറിച്ചു കൊടുക്കും ഇതിന്റെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. ഇതേ ഇന്ന് ഒരുപാട് ഉപ്പുണ്ട് കേട്ടോ. ഇതേ ഇതൊക്കെ ഞാൻ പറിക്കുവാണ്. നമുക്ക് നഴ്സറികളിലൊക്കെ കിട്ടുന്നത് ഇത്. അപ്പൊ ഇത് വാങ്ങിച്ചാൽ നമുക്ക് വേസ്റ്റേജ് അല്ല, കാര്യം നമുക്കൊരു ഷോ ഇറക്കാം, വീട്ടിൽ വരുന്നവരൊക്കെ ഇത് കൊടുത്തു. ഇപ്പൊ എനിക്ക് തോന്നുന്നു നോർമലി എല്ലായിടത്തും അവൈലബിൾ ആയതുകൊണ്ട് അത്ര ഒരു ഹൈപ്പ് ഉണ്ടാകാൻ അറിയത്തില്ല. എങ്കിലും വരുന്നവർക്കൊക്കെ ഇത്, നമ്മുടെ ഇവിടെ വരുന്നവർക്കൊക്കെ ഇതൊരു ഫസ്റ്റ് ആണ്. കാണുമ്പോൾ എല്ലാവരും കഴിച്ചു നോക്കും, വെള്ളം കുടിച്ചിട്ട് മധുരം ഉണ്ടെന്നൊക്കെ പറയും. ഇത്